നിയുക്ത MP KC വേണുഗോപാൽ ഞാൻ പറഞ്ഞത് ആരൊക്കെ പങ്കെടുക്കും ആരൊക്കെ പങ്കെടുക്കില്ല എന്നുള്ളത് അല്ല പൂർണ്ണമായും പങ്കെടുക്കില്ല ഒക്കെ എന്നുള്ളത് തീരുമാനം ഞങ്ങളുടെ എല്ലാവരുമായിട്ട് ഇപ്പോൾ ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ആരും നടത്തിയിട്ടുണ്ട്. കുറച്ച് പേരും കൂടെ ബാക്കിയുണ്ട്. അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കും. രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിന്റെ കാര്യത്തിൽ എന്താ ഒരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത്? അത് ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ ഇന്നലെ വലിയ ആഘോഷമാക്കി കളഞ്ഞു. എന്നിട്ട് അവിടെ നിന്ന് വയനാട്ടിലൊക്കെ ചോദ്യം ചോദിക്കുകയാണ്, ഇത് മോശമല്ലേ? അദ്ദേഹത്തിന്റെ തീരുമാനം ഒന്ന് വരാൻ കാത്തിരിക്കൂ. രാഹുൽ ഗാന്ധിയുടെ തീരുമാനം ഒന്ന് വരാൻ കാത്തിരിക്കണം എന്നാണ് ഇനി ഞങ്ങൾക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം രാഹുൽ ഗാന്ധിക്ക് ഞാൻ പറഞ്ഞു 2 മണ്ഡലങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. വയനാടിനോട് പ്രത്യേകമായിട്ടുള്ള വൈകാരികമായ അടുപ്പം അദ്ദേഹം കഴിഞ്ഞ 5 വർഷമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. അത് അദ്ദേഹത്തിന്റെ അവിടെ വന്നാലുള്ള സമീപനം കണ്ടാൽ അറിയാം. റായ്ബറേലി കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രാധാന്യമുള്ള മണ്ഡലം കൂടിയാണ്. അപ്പോൾ ഏത് മണ്ഡലം വേണമെന്നുള്ളത് അദ്ദേഹം തീരുമാനിക്കുക. അത് അദ്ദേഹത്തിന്റെ തീരുമാനമാണ്. ആ തീരുമാനം ഇതുവരെ അതിനകത്ത് ഒരു ഹിന്റും അദ്ദേഹം തന്നിട്ടില്ല. തുറന്നു പറയാം, പാർട്ടിക്ക് ഒരു ഹിന്റും അദ്ദേഹം ഏത് കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ഒഴിവാക്കുന്നു, ഒരു ഹിന്റും പറഞ്ഞു. പിന്നെ ഇന്നലെ പറയാണ് രാഹുൽ ഗാന്ധി വയനാട് ഒഴിയെന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനകത്ത് അദ്ദേഹത്തിന്റെ തീരുമാനം വരാൻ നമുക്ക് കാത്തിരിക്കാന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഈ വിഷയത്തിൽ പൂർണ്ണമായി രാഹുൽ ഗാന്ധിയാണ് തീരുമാനം എടുക്കുന്നത്, പാർട്ടി എന്തെങ്കിലും? അല്ലല്ല, രാഹുൽ ഗാന്ധി തന്നെയാണ് തീരുമാനം എടുക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും അറിയാം, ഇത് വശങ്ങളും അറിയാം. രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും തീരുമാനം എടുക്കുക. ഈ ക്ഷണക്കത്ത് വൈകിയത് ബോധപൂർവ്വം ക്ഷണം വൈകിച്ചതാണെന്ന് തോന്നുന്നു.